നിങ്ങളെല്ലാവരും ഈ പരിപാടി ക്ഷണിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം തവനൂർ തിരുനാവായ പാലവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങളായി ചില വാർത്തകളും അതിനോട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തവനൂർ തിരുനാവായ പാലത്തിനെ സംബന്ധിച്ചൊരു കാര്യം പറയുന്നത് നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം കൂടാൻ തീരുമാനിച്ചത്. തവനൂരിനെ സംബന്ധിച്ചിട്ട് കാലങ്ങളായി തവനൂരിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് തവനൂർ തിരുനാവായ പാലം. ഇതിൻ്റെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന പാലത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ പാലത്തിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുമായി സംബന്ധപ്പെട്ടിട്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊന്ന് പറയാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളൂ. കാരണം അവർ പറഞ്ഞിരിക്കുന്ന അലൈൻമെൻറ്റ് മാറ്റുമായി സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് വ്യക്തമായ കാരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പത്രത്തിൽ റിപ്പോർട്ടിൽ കണ്ടു. ഒന്ന്, വിശ്വാസികളെ പ്രയാസപ്പെടുത്തുന്നതാണെന്നാണ് ബഹുമാനപ്പെട്ട മെട്രോ ശ്രീധരൻ സാറ് മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ ത്രിമൂർത്തി സംഗമത്തിൽ സ്ഥാനക്കെട്ടും അതോടൊപ്പം തന്നെ കേരള ഗാന്ധി കേളപ്പജിയുടെ ശാന്തി കുടീരവും നെയ്ത്തുശാലയും തറക്കുന്ന രീതിയിലാണ് പാലം അലൈൻമെൻറ്റ് എന്നാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, ഇതിലാദ്യം പറഞ്ഞ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ത്രിമൂർത്തി സംഗമം എന്ന തവനൂരിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളാണ് തവനൂരിലെ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും. ഈ പാലം, തവനൂർ തിരുനാവായ പാലത്തിൻ്റെ തവനൂർ കരയിലേക്ക് എത്തിപ്പെടുന്ന ഫസ്റ്റ് കര എന്ന് പറയുന്നത് ഈ രണ്ട് അമ്പലത്തിൻ്റെയും ഊരാളനായ തവനൂർ മനക്കൽ അവകാശികളുടെ ഭൂമിയാണ്. ആ തവനൂർ മനക്കലെ ഊരാളന്മാർ മാത്രമല്ല, ബ്രഹ്മക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും കൂടിയായ രാമൻകുട്ടി നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭൂമുടമസ്ഥതയുള്ള ആ ഭൂമിയിലേക്കാണ് പാലത്തിൻ്റെ ഫസ്റ്റ് പോർഷൻ എത്തുന്നത്. അദ്ദേഹത്തിനും സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ഭൂമിക്ക് വില മേടിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണ മനസ്സോടെ ആ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്ര വിശ്വാസത്തിൻ്റെ തകർക്കപ്പെടും എന്ന് പറയുമ്പോൾ വിഷയത്തിൽ ക്ഷേത്രത്തിൻ്റെ ഊരാളം തന്നെ അത്ര രീതിയിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ സംശയമില്ല. കാര്യം രണ്ടമ്പലത്തിന് ഊരാളനാണ് തവനൂർ മനക്കിലെ അവകാശികൾ. അവർ അമ്പലത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് പുറത്ത് എന്തെങ്കിലും കോട്ടം തട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതിൽ ആ നടപടിയുമായി തടസ്സപ്പെടുത്തായിരുന്നു, അല്ലെങ്കിൽ വിട്ടു നിൽക്കായിരുന്നു. പക്ഷെ അദ്ദേഹവും ഈ ഭൂമിയുമായി സർക്കാരിലേക്ക് ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് പേര് ഉന്നയിക്കുന്ന ഒരു വിഷയം കേളപ്പജിൻ്റെ കർമ്മഭൂമി. കേളപ്പജിൻ്റെ കർമ്മഭൂമി എന്ന് പറഞ്ഞാൽ, കേളപ്പജി തവനൂരിൽ നിന്ന് പോകുന്ന സമയത്ത് കോഴിക്കോട് സർവോദയ സംഘത്തിനാണ് മേൽപ്പറഞ്ഞ നെയ്ത്തുശാലയും ശാന്തി കുടീരവും കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ അവകാശി അല്ലെങ്കിൽ ഉത്തരവാദി ഈ കോഴിക്കോട് സർവോദയ സംഘമാണ്. എന്നാൽ ഈ സർവോദയ സംഘം ഈ ഭൂമി വിട്ടുകൊടുക്കുകയും സർക്കാരിന് ലഭിക്കുന്ന സംഖ്യ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ സംഖ്യ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് അന്നത്തെ സെക്രട്ടറി. ഇപ്പോൾ അവർ പറയുന്നത് കൈപ്പറ്റിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തായാലും സർക്കാർ എമൗണ്ട് അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഭൂമി സംരക്ഷിക്കേണ്ട ഉത്തരവാദികൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഭൂമി വിട്ടു നൽകുകയും മറ്റുള്ള നടപടികൾക്ക് എല്ലാവിധ സംഭവങ്ങളും സമ്മതിച്ചാണ്. പക്ഷേ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ഇപ്പോൾ ഈ സമയത്ത് അത്തരം ഒരു വിഷയമായി വരുന്നതിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു സംശയമുണ്ട്. കാരണം ഭൂമി സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ഭൂമി വിട്ടുകൊടുക്കുകയും
സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പിന്നെ ഭൂമിയിൽ ലഭിക്കേണ്ട പണം ലഭിക്കുകയും അത് പോരാ എന്നുള്ള ഒരു അർജിയും കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. ഇതാണ് ഈ രണ്ട് വിഷയമാണ് പാലത്തിൻ്റെമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാലം വരുന്ന അലൈൻമെൻറ്റ് മാറ്റാൻ വേണ്ടി ഉന്നയിക്കപ്പെട്ട വിഷയം. ഈ രണ്ട് വിഷയവും ഇതിൻ്റെ പുറത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു സംശയമുള്ളത്, ഇത് തവനൂർക്കാരെ ഈ പാലത്തിനെതിരല്ല. കാരണം കഴിഞ്ഞ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വന്ന റിപ്പോർട്ടുകളും മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തവനൂരിലെ പ്രദേശത്തുള്ള ഒരാൾ പോലും ഈ അലൈൻമെൻറ്റ് മാറ്റണമെന്നോ മറ്റൊരു സംരക്ഷണവുമായി മുന്നോട്ട് പോകണമെന്നോ മറ്റുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടേ ഇല്ല, രംഗത്ത് വന്നിട്ടുമില്ല. പിന്നെ അതേപോലെ ഇതിനെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഈ വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും കാര്യങ്ങളാണ് ചില എന്താ പറയുക ആത്മീയ ജീവികളെന്ന് അവകാശപ്പെടുന്ന ചില വ്യക്തികൾ ഈ വിശ്വാസികളായ ആൾക്കാരോട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ച് പറയാനുള്ള ഈ പാലം ഇപ്പോഴുള്ള അലൈൻമെൻറ്റിൽ തന്നെ നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. ഇനി ബാക്കി കാര്യങ്ങൾ പറയുന്നത് നമ്മളെ ഇതിൻ്റെ കൺവീനറായ നേട്ടം പറയും. മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ തവനൂർ തിരുനാവായ പാലത്തിൻ്റെ അവ്യക്തത നീക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ച് 2007 ഫെബ്രുവരി 11 തീയതിയാണ് ഈ പാലം വേണമെന്നുള്ള ഒരു ചർച്ചയ്ക്ക് രൂപം നൽകി. ഇന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ ഈ മേളയുമായി ബന്ധപ്പെട്ട് മേള സ്ഥലത്തെത്തുകയും അദ്ദേഹത്തിന് തവനൂർ നിവാസികളും മേളയോടനുബന്ധിച്ച് നിവേദനം നൽകുകയും ചെയ്തു. ഇതിൻ്റെ അധ്യക്ഷൻ വഹിച്ച ആളാണ്. അന്ന് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് വാക്ക് പറഞ്ഞ് ആ വേദിയിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് നമ്മുടെ KT ജലീലിൻ്റെ അധ്യക്ഷതയിലാണ് KT ജലീൽ ആദ്യമായി നിയമസഭാധികനായ സമയത്ത് അദ്ദേഹം കുറ്റിപ്പുറം നിയോജകമണ്ഡലത്തിൽ പ്രതികരിക്കുന്ന സമയത്തും സഖാവ് PP അബ്ദുള്ളക്കുട്ടി തിരൂർ നിയോജകമണ്ഡലത്തെ പ്രതികരിക്കുന്ന സമയത്തുമാണ് ഇതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അന്ന് ഒട്ടനവധി സർവേകളും മറ്റുള്ളതെല്ലാം നടന്നു. ഇപ്പം നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ഊരാളൻ അടക്കം ഭൂമി വിട്ടുകൊടുക്കുകയും അതിൻ്റെ ഈ അലൈൻമെൻറ്റ് ഇപ്പോൾ പ്രശ്നം നമ്മുടെ മെട്രോ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലൊരു എഞ്ചിനീയറാണ്, എല്ലാം കഴിവുള്ളൊരു മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹം മറ്റു രാഷ്ട്രീയ സംഘടനകളുടെ വാലാട്ടികളായി പോയി ഈ തിരുനാവായ പാലത്തെ, അതായത് തവനൂരിൻ്റെ സ്വപ്ന പദ്ധതിയെ തകർക്കാൻ വേണ്ടി ഒരു മുൻകരുതലും എടുക്കുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തവനൂർ പാലം എന്ന് പറയുന്നത് തവനൂർ നിവാസികളുടെ മൊത്തത്തിലുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ഇപ്പോൾ സർവോദയ സംഘം, അന്ന് സർവോദയ സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ആളാണ്. ഈ സർവോദയ സംഘം അതിന് ശാന്തി കുടീരം പോകാത്ത രീതിയിൽ സർവേ നടത്തുകയും അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഇപ്പം 36 ലക്ഷത്തോളം രൂപ സർവേ സംഘം കൈപ്പറ്റിയിട്ടുണ്ട്. ഇനിയും അത് പോരാ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്നിട്ടും ഈ പാലം എന്തിനു വേണ്ടി എതിർക്കുന്നു? ക്ഷേത്ര സംരക്ഷണത്തെക്കുറിച്ച് ഒരു മതത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത് മടക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മടക്കാൻ ശ്രമിക്കുന്ന കാര്യമാണെങ്കിൽ ഇത് പല ജാതി മത വ്യത്യാസമില്ലാതെ പലവരുടെയും സാന്നിധ്യത്തിലാണ് ഈ സർവേ നടക്കുന്നത്. ഇന്ന് ഒരു വീട് മാത്രമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതല്ല, ഇവർ പറയുന്ന വീട് അലൈൻമെൻറ്റ് മാറ്റിയാൽ ഈ പദ്ധതി ഒരിക്കലും ഇനി നടക്കില്ല. വർഷങ്ങളായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ 2007 മുതലുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ഇപ്പോഴാണ് പല കടമ്പകളും കടന്നു, പലവരുടെയും എതിർപ്പുകളും കടന്നു. ഇന്ന് ഇത് പണി തുടങ്ങി. അപ്പോഴാണ് അലൈൻമെൻറ്റ് മാറ്റണം. ഇതിന് മുന്നൊക്കെ ഈ പറയുന്ന വ്യക്തികൾ ഇതിൻ്റെ ഒപ്പം നിന്ന് ക്ഷേത്ര കമ്മിറ്റികളായാലും ശരി, ക്ഷേത്ര ഊരാളനായാലും ശരി, ക്ഷേത്ര ഊരാളൻ ഇതിൻ്റെ ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു.
അവരുടെ ഇപ്പോൾ ഒരു വീട് തന്നെ നഷ്ടപ്പെട്ടു. ആ വീട് ഒറ്റ വീടാണ് നഷ്ടപ്പെട്ടത്. ആ വീട് നഷ്ടപ്പെട്ട് അവരെ പുനരധിവസിച്ചും കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. പിന്നെ മറ്റ് ഇവർ പറയുന്ന അലൈൻമെന്റിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി വീടുകളാണ് പോകുന്നത്. ഇത് ആർക്കാണോ ഇതിന്റെ ലാഭം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കാരണം ഇത് തുറന്ന് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പൊ പല സംഘടനകളും ഇപ്പൊ 29-ാം തീയതി നല്ല ഒരു ജനകീയ കൂട്ടായ്മ തന്നെ നടക്കുന്നുണ്ട്. അതിലും ഭാഗമാത്ര ആകുന്നുണ്ട് ഞങ്ങൾ. അത്രേ നമുക്ക് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ.